വീണ്ടും ഒരു മോർണിംഗ് റൈഡ് ആട്ടോ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൂത്താട്ടുകുളം ടൗണിൽ കൂടെയാണ്. ഇവിടുന്ന് നേരെ വൈക്കം റൂട്ടിൽ കയറിയിട്ട് ഇലഞ്ഞിക്കടുത്ത് കൂരുമലയിലേക്കാട്ടോ ഇന്ന് നമ്മുടെ റൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ MC റോഡിൽ നിന്ന് റൈറ്റ് കട്ട് ചെയ്ത് നമ്മൾ വൈക്കം റൂട്ടിലേക്ക് കയറും കേട്ടോ. കൂത്താട്ടുകുളത്തുനിന്ന് വൈക്കത്തിന് കിടക്കുന്നത് വൈക്കം ആലപ്പുഴ 65, വൈക്കം 33, തലവലപ്പുറം 22 കിലോമീറ്റർ, പെരുവ 13 കിലോമീറ്റർ. ഞാൻ എല്ലാ വർഷവും വിചാരിക്കുന്ന കാര്യമാണ് ഈ നവംബർ ഡിസംബർ 2 മാസമുണ്ടല്ലോ അതങ്ങ് പെട്ടെന്ന് കടന്നു പോരുന്നത്. കാര്യം സൈക്കിളൊക്കെ എടുത്ത് രാവിലെ ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ചെറിയൊരു തണുപ്പും കോടയും മഞ്ഞൊക്കെ ആയിട്ട്. അതിപ്പോൾ സൈക്കിളെടുത്ത് ഇറങ്ങണമെന്നൊന്നുമില്ല, അതിരാവിലെ എഴുന്നേറ്റ് വീടിൻ്റെ ഫ്രണ്ട് കുറച്ച് നേരം ഒന്ന് ഇരുന്നാൽ മതി, ആ ഒരു ഫീൽ കിട്ടും കേട്ടോ. പ്രത്യേകിച്ച് അതിരാവിലെ എന്നൊക്കെ പറയുമ്പോഴത്തേനും ഈ പ്രകൃതി എന്ന് പറയുന്നത് ഭയങ്കര സൈലൻ്റ് ആയിരിക്കും. ഒരു ദിവസത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷം എന്ന് പറയുന്നത് ഈ ഏർലി മോർണിംഗ് ടൈം ആട്ടോ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പക്ഷികളൊക്കെ തീറ്റ തേടാനായിട്ട് പോകുന്ന ഒരു സൗണ്ട്, അതൊക്കെ അല്ലാതെ വേറെ അങ്ങനെ ബഹളങ്ങളൊന്നും കേൾക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതെ നമ്മുടെ റോമി ബ്രോ മുത്തോലവരം ഡൗൺ ഹിൽ അടിച്ചു വരുമായിരുന്നു. തിരിച്ചു പോകുമ്പോൾ ചവിട്ടി കേട്ടോ. അത് എത്ര കിലോമീറ്റർ ഉണ്ട് ബ്രോ? അത് ഉണ്ടോ? ആ അതെ. എത്ര കിലോമീറ്റർ ഉണ്ട്? 2 കിലോമീറ്റർ ഉണ്ടല്ലേ? ആ ഒറ്റ ക്ലൈമ്പേ ഉള്ളൂ അല്ലേ? 82 മീറ്റർ. ഓക്കെ. ഉണ്ടല്ലോ, അത്യാവശ്യം ഉണ്ടല്ലേ? ഓക്കെ. ഇത് ഇലഞ്ഞി ടൗൺ ആയില്ല. ഓക്കെ. അപ്പോൾ ഇലഞ്ഞി ടൗൺ എത്തുന്നതിന് മുന്നേ റൈറ്റ് എടുത്ത് വിസാറ്റ് പോകുന്ന വഴിയാട്ടോ. ഓഫ് റോഡാണോ? കുറച്ച്. ഇലഞ്ഞി നെല്ലൂര് പാറ. അപ്പോൾ റോമി ബ്രോയുടെ വീട് ഇവിടെ തൊട്ടടുത്താട്ടോ, കുറച്ച് ദൂരം ഉള്ളൂ ഇവിടുന്ന്. ഞാനിന്ന് അത് തന്നെ ബ്രോയുടെ നാട്ടിലേക്ക് വന്നേക്കണേ. സാധാരണ അങ്ങോട്ടാണ് വരാറില്ലേ, ആദ്യമായിട്ടാ ഞാൻ. അല്ല, ഒരു പ്രാവശ്യം നമ്മൾ ഓഫ് റോഡ് ചെയ്തിട്ട് ഇതിൽ കയറി വന്നിട്ടുണ്ട് മോനിപ്പള്ളിയിൽ നിന്ന്. ഓർമ്മയുണ്ടോ? നമ്മൾ രാവിലെ നമ്മളുണ്ട് ഇവിടെ. ഇതിലല്ല, ഈ റൂട്ട് ഇലഞ്ഞി കയറി വന്ന് ഓർമ്മയുണ്ട്. ആ ഡൗൺ ഹിൽ അടിച്ചിട്ട് ഞാൻ ഓർത്തുകൊണ്ടിരുന്ന ഇലഞ്ഞി ടൗൺ വന്നിട്ട് അവിടുന്ന് വൈക്കം റൂട്ടിലായിരിക്കും പോകേണ്ടതെന്ന്. അങ്ങോട്ട് വന്നു ഡൗൺ ഹിൽ. ഇവിടെ അല്ല. അത് തന്നെ. ഞാൻ പോയിട്ടില്ല വേറെ. അടിപൊളി ക്ലൈംബ്. അപ്പോൾ ഇന്നത്തെ ക്ലൈംബ് സ്റ്റാർട്ട് ചെയ്തു. ചെരുപ്പ് അല്ലേ? ഒരു പട്ടിക്കുഞ്ഞ് കിടക്കുമല്ലോ അല്ലേ? ശരി, ഇവിടെയോ? കുരുമലയിൽ ഉരുള് പൊട്ടിയില്ലേ? കാരണം ഇവിടെ ഒരു പാറമടയുണ്ട്, വലിയ പാറമടയാണ്. അതിന്റെ ബാക്കി പേര് നമുക്ക് സെയിം ഗ്രേഡായിരുന്നു. കേട്ടൻ തീരാറായോ? ഇല്ല, കിടക്കുക. നമ്മൾ ഹൈറ്റിലേക്ക് എത്തിയിട്ടോ. 100 മീറ്റർ കിണ്ടി പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ്. വിസാരിൻ്റെ അവിടെ പോകുന്നില്ലല്ലേ? നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. CSI സെൻറ്റ് പീറ്റേഴ്സ് ചർച്ച്, കുരുമല, ഇലഞ്ഞി. അവിടുത്തെ ടൈമിങ് 6 മണി മുതൽ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 വരെ. എൻ്റെ പൊന്നെ. അപ്പോൾ ഇതാട്ടോ മലയുടെ മേളിലേക്കുള്ള എൻട്രൻസ്. ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, പക്ഷേ ആളില്ലാത്ത കൗണ്ടറാട്ടോ. എൻട്രൻസ് ഫീ 10 രൂപ. പക്ഷെ ആരും ഇല്ല അതിൻ്റെ അകത്ത്, തിരക്കില്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ടവറിൻ്റെ മേളിലേക്ക് കയറും കേട്ടോ. ഇവിടുന്ന് നമുക്ക് അടിപൊളി വ്യൂ കിട്ടും മേളിൽ കയറി കഴിഞ്ഞാൽ.
അപ്പോൾ ഇതിൻ്റെ മേളിലേക്ക് കയറി വരാനായിട്ട് 2 വഴിയുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതൊരു കോൺക്രീറ്റ് ഇട്ട വഴിയാട്ടോ. ഇതിൽ വന്നാൽ നമുക്ക് ഈ മലയുടെ ഏറ്റവും ടോപ്പിലേക്ക് വരാം. നമ്മൾ വന്നത് ആ ഒരു മെയിൻ എൻട്രൻസ് വഴിയായിരുന്നു കേട്ടോ. ഇതുണ്ട്, ഇതൊരു കുരിശുമല കേട്ടോ. ഇത് നമ്മുടെ എറണാകുളം ജില്ലയിലെ എലഞ്ഞി എന്ന് പറഞ്ഞാൽ, എലഞ്ഞി ടൗണിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. കുരിശുമലയാണ്. മൊത്തം 14, നമ്മുടെ മലയാറ്റൂരൊക്കെ മല കയറുന്ന പോലെ തന്നെ 14 സ്ഥാനങ്ങളുണ്ട്, 14 കുരിശ്. എന്നിട്ട് ലാസ്റ്റിൽ നമുക്കൊരു പള്ളി കാണാം. ഇത് കണ്ടോ. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ അവിടെയാണ് ആ ഒരു വ്യൂ പോയിൻ്റ് ഉള്ളത്, ആ ഒരു വാച്ചിങ് ടവറൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ മേളിൽ നിന്ന് നമുക്ക് ഏറ്റവും ടോപ്പിൽ കയറി എന്നാൽ എലഞ്ഞിയുടെയൊക്കെ ഓരോ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. അവിടെ വിസാറ്റ് കോളേജൊക്കെ ഉണ്ട്, അതൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു കോടയൊക്കെ പ്രതീക്ഷിച്ച് വന്നതാണ്, പക്ഷേ കോട കാര്യങ്ങളൊന്നും കിട്ടിയില്ല. രാവിലെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ മേളിൽ ആ ഒരു വ്യൂ ഒക്കെ കാണാനായിട്ട്. കോടയും ക്ലൗഡ് ബെഡൊക്കെ കിട്ടുന്ന സ്ഥലമാണ്, പക്ഷേ നമുക്ക് ഇന്നങ്ങനെയുള്ള സംഭവം കിട്ടില്ല. പക്ഷേ വ്യൂ അടിപൊളിയാട്ടോ. അതേ ഇവിടെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ കാണാറുള്ള പോലെ നമ്മുടെ വീഡിയോയിലൊക്കെ വരുന്ന പോലെ ഒരു പഴയൊരു വീട് ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്ന വീട് കാണാം കേട്ടോ. ഈ ഒരു വീടല്ല, അവിടെ കുറേ വീടുകളൊക്കെ ഇങ്ങനെ ആൾത്താമസം ഇല്ലാതെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ആണ്, ആ ഒരു സൈഡും ഏതൊക്കെയോ സ്ഥലങ്ങൾ കാണാം. മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് അത്രയും ക്ലിയർ അല്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പള്ളി. അപ്പോൾ ഇവിടെ ഈസ്റ്ററിൻ്റെ ദുഃഖവെള്ളി ടൈമിലൊക്കെ മല കയറാനായിട്ട് വരുന്നത് കേട്ടോ. ഇത് കണ്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് അപ്പം മുട്ടക്കറിയല്ല കേട്ടോ, മുട്ടക്കറിയാണ്. പക്ഷേ അപ്പത്തിന് വരെ എന്തെങ്കിലും മാറ്റി പിടിച്ച പൊറോട്ട, നല്ല ചൂട് പൊറോട്ട, നല്ല സോഫ്റ്റ് അല്ലേ. അപ്പോൾ ഇതാട്ടോ എലഞ്ഞി ടൗൺ. ഇവിടുന്ന് ബ്രോ ദേ കുറച്ച് ദൂരമല്ലേ വീട്ടിലേക്കുള്ളൂ, 4 കിലോമീറ്റർ. അത് തന്നെ, എനിക്കൊരു 20 കിലോമീറ്റർ പോകണം. അപ്പം ഇനി നമുക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ മോർണിംഗ് റൈഡ് അല്ലേ. വൈൻഡപ്പ് ചെയ്യുവാണ്. ഓക്കെ, അടുത്ത റൈഡ് കാണാം. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ.